ക്രഷ് എങ്ങനെ സ്റ്റാർട്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ഞങ്ങളുടെ ക്രിസ്ത്യൻ കോളേജായിരുന്നു. അപ്പോൾ ക്രിസ്ത്യൻസിന് ഇയർലി അവർക്ക് 3 ദിവസത്തെ ഒരു ധ്യാനമുണ്ട്. അത് നമുക്ക് പുറത്തായിരിക്കും. അപ്പം ഞങ്ങൾ ഹിന്ദുസിനെല്ലാം കൂടെ ഒരു കോമൺ സെഷൻ ആയിരിക്കും എപ്പോഴും. അപ്പോൾ അങ്ങനെ സെക്കൻഡ് ഇയറിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു കോമൺ സെഷനിലാണ് ഞാൻ പുള്ളിക്കാരിനെ നോട്ടീസ് ചെയ്തു. അപ്പുറത്തെ പറയുകയാണെങ്കിൽ ഫാമിലിനെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന ആളാണ്. ഭയങ്കര കൺസേൺ ആണ് ഫാമിലിനെ പറ്റിയിട്ട്. അതേപോലെ തന്നെ അപ്പം എൻ്റെ ഒരു മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മളും ഫാമിലി ആകുമ്പോൾ നമ്മളെയും അത്രയും കൺസേണിലും കെയറിലും കൊണ്ടിറക്കും എന്നുള്ള രീതിക്കാണ്. പിന്നെ ആൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ആരുമായിട്ട് അങ്ങനെ വെറുപ്പിക്കലോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ഫുൾ ചിൽ മൂഡാണ്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം നല്ല ആക്റ്റീവായിരുന്നു. കൂടുതൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നോട്ട് ചെയ്ത് ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് പോലെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. കണ്ണോരത്ത് കൈദൂരത്ത് നീ എന്നോടെന്നും ചേർന്നിരുന്നു ചരത്ത്. കോർക്കാമിരു കൈകൾ ഇനി പോകാം കാലങ്ങൾ നാം ഓരോ ജന്മങ്ങൾ തേടുന്നു വർണ്ണങ്ങൾ. കേൾക്കാം മഴ തോരുമ്പോൾ മൗനം മൂടിയ മോഹങ്ങൾ നീ മായാജാലങ്ങൾ ഓരെന്നും മുന്നിൽ നിന്നു. വിവാഹം കല്യാണം 8 years of love ആണ് അവന്റെ. അപ്പൊ അവന് ഒത്തിരി ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ദിവസമാണ്. അപ്പൊ അത് വന്നെത്തിക്കുന്നു. അക്ഷയുടെ 8 കൊല്ലത്തെ എന്താ പറയുക വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമാണെന്ന്. അപ്പോൾ അക്ഷയ്ക്കും ആതിരയ്ക്കും എൻ്റെ എല്ലാവിധമായ ആശംസകളും. അവൻ ഉദ്ദേശിച്ച പോലെ തന്നെ ജീവിതം എല്ലാം കൊണ്ട് ഹാപ്പി ആവട്ടെ. അടിച്ചു പൊളിക്കാം ലൈഫ്. പക്ഷേ ഒരു അതുപോലെ ഫാമിലിക്കാണ് ഞാൻ കേൾക്കുന്ന ഒരു ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ്. दूर दूर जाके अगर इस पल को खो दिया तो
ഫോട്ടോസ് എടുക്കാനും അടിച്ചു പൊളിക്കാനും. അപ്പു ചേട്ടനും പിങ്കി ചേച്ചിക്കും ഹാപ്പി മാരീഡ് ലൈഫ്. ഇന്ന് ഭയങ്കര സങ്കടമായിരുന്നു പിങ്കി ഇങ്ങോട്ട് വന്നപ്പോ. കാരണം ഇനി ഇങ്ങനെ ലീവിനൊക്കെ വരുമ്പോ അങ്ങനെ ഒരാള് വീട്ടിലില്ലല്ലോ എന്ന് കേൾക്കുമ്പോ നല്ലൊരു സങ്കടമായിരുന്നു. അപ്പം അത് ഓർക്കുമ്പോ ഒരു ചെറിയൊരു സങ്കടം.